ഹായ് ഓൾ വെൽക്കം അവർ ചാനൽ. അസ്സലാമു അലൈക്കും. ഞാനിപ്പോൾ കുറച്ച് ആട്ടിൻ്റെ കാലും തലയൊക്കെ എടുത്തിട്ടുണ്ട്. ഇത് സൂപ്പ് ഉണ്ടാക്കാനാണ്. നമ്മൾ ഈ കർക്കിടക മാസത്തിൽ ആട്ടിൻ സൂപ്പ് ഉണ്ടാക്കി കഴിക്കുന്നത് ശരീരത്തിന് വളരെ നല്ലതാണ്. 1 കപ്പ് കൊച്ചുള്ളി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് ഇഞ്ചി വെളുത്തുള്ളിയും കൂടെ ചതച്ചതിട്ട് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ പെരുംജീരകപ്പൊടി. മുഴുവനുണ്ടെങ്കിൽ മുഴുവനായിട്ട് ഇടുന്നതാണ് നല്ലത്. എൻ്റെ അടുത്ത് എല്ലാം പൊടികളാണ് ഉണ്ടായിരുന്നത്. ഗരം മസാല മൊത്തത്തിൽ എല്ലാം കൂടെ പൊടിച്ച് വെച്ചതാണ്. ഒരു 1/4 ടീസ്പൂൺ ഗരം മസാലയും ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും 1 ടീസ്പൂൺ കുരുമുളക് പൊടിച്ചതും ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ചുകൂടി ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് ചേർക്കുന്നുണ്ട്. ഇത് ശരീരത്തിന് നമ്മൾ ഈ കർക്കിടക മാസത്തിൽ കഴിക്കുന്നത് ഏറ്റവും നല്ലതാണ്. അല്ലാത്ത സമയത്തും പ്രസവിച്ചവർക്കും എല്ലാം ദേഹരക്ഷയ്ക്കും എല്ലാം ഏറ്റവും അത്യുത്തമമായ ഒരു പോഷകസമൃദ്ധമായ ഒരു സൂപ്പാണിത്. ആട്ടിൻ സൂപ്പ് വളരെ ഹെൽപ്ഫുള്ളാണിത്. അങ്ങനെ സൂപ്പ് ആദ്യം ഒരു വിസിൽ ഹൈ ഫ്ലെയിമിൽ വെച്ച ശേഷം ലോ ഫ്ലെയിമിൽ ഒരു 4-5 വിസിലൂടെ വെച്ച് എടുത്തു കഴിഞ്ഞാൽ സൂപ്പ് നന്നായിട്ട് വെന്തിട്ടുണ്ടാവും. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച ശേഷം കൊച്ചുള്ളി കട്ട് ചെയ്തിട്ട് കൊടുക്കാം. അതൊന്ന് നമുക്ക് ഒരു ഗോൾഡൻ ബ്രൗൺ നിറമാകുമ്പോൾ നമ്മുടെ സൂപ്പിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം. കർക്കിടക മാസത്തിൽ പ്രത്യേകിച്ച് ഇതുപോലെ സൂപ്പ് പോലുള്ള സൂപ്പും ഇതുപോലുള്ള സൂപ്പുകളും ഇലക്കറികളൊക്കെ കഴിക്കുന്നത് വളരെ ശരീരത്തിന് നല്ലതാണ്. അങ്ങനെ നമ്മുടെ സൂപ്പ് റെഡി ആയിട്ടുണ്ട്. നമുക്കിനി സെർവിങ് ബൗളിലേക്ക് കോരിയെടുക്കാം. ഞാനിപ്പോൾ ഒരു 5 ബൗളിലേക്ക് ഇത് കോരുന്നുണ്ട്. വളരെ ഈസിയാണ് ഇത് തയ്യാറാക്കാനായിട്ട്. മാസത്തിൽ ഒരിക്കലെങ്കിലും ഇതുപോലെ നമ്മൾ ഉണ്ടാക്കി കഴിക്കുകയാണെങ്കിൽ ശരീരത്തിന് ഒരുപാട് ബെനിഫിറ്റ് ഉണ്ടാവും. അങ്ങനെ നമ്മുടെ സൂപ്പ് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതുപോലുള്ള പുതിയ വീഡിയോകളുമായി വീണ്ടും കാണാം. ബൈ.